സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു സ്നാക്കാണ്. ഒരു കൊഞ്ച് വച്ചിട്ട് നമുക്കൊരു വട ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കൊഞ്ച് വടയ്ക്ക് ഞാനൊരു 100 ഗ്രാം കൊഞ്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 1.5 ഗ്ലാസ് പരിപ്പാണ്, കടലപ്പരിപ്പ്, നമ്മുടെ കടലയല്ല വടപ്പരിപ്പ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് വടപ്പരിപ്പും കൊഞ്ചും കൂടെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. വടയുടെ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുകയെന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി, നന്നായിട്ട് അരയണ്ട. ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. അതുപോലെ തന്നെ കൊഞ്ചും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഇങ്ങനെയുള്ള പീസൊക്കെ കാണും, അതൊക്കെ നല്ലതാണ്, ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. അങ്ങനെ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. ഇഞ്ചി, പച്ചമുളകും, കറിവേപ്പിലയും, ചുവന്നുള്ളിയും, പാകത്തിന് ഉപ്പും, നന്നായിട്ട് യോജിപ്പിക്കണം. നമ്മുടെ വടയുടെ മാവെല്ലാം നമ്മൾ നന്നായിട്ട് കുഴച്ച് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ആദ്യമായിട്ട് ചീനച്ചട്ടി അടുപ്പ് വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് വട ഇടാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് വട ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഇച്ചിരി വെള്ളം നമ്മൾ എടുത്ത് വെച്ചിരിക്കുക. അതൊന്ന് കയ്യിൽ തടവിയിട്ട് മാവ് എടുക്കുക. ചെറിയ ബോളായിട്ട് എടുത്തിട്ട് കേട്ടോ, നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കുന്ന സെയിം ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കൊഞ്ചും കൂടെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കൊഞ്ചുണ്ടായിരുന്നത്. സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകിട്ട് നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാം. ആദ്യം നമ്മൾ വടയിടുമ്പോൾ നല്ല ചൂടിൽ വേണം ഇടാൻ. വടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം തീയിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ പുറം മാത്രമേ കരിയും, ഉള്ളിൽ വേഗമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ എന്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ വടയെല്ലാം മൂത്ത് വരാറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ വടയിൽ എണ്ണ പിടിക്കും. അപ്പം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വടയെല്ലാം കോരിയെടുക്കാം. ഇപ്പോൾ ഇനി നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ വട നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ബാക്കിയൂടെ ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം.
നമ്മുടെ എല്ലാ വടയും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ.